ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇഡ്ഡലിയും സാമ്പാറും. നല്ല അടിപൊളി കോംബോ ആണല്ലേ. ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. പരിപ്പിലേക്ക് സാമ്പാർ പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കാനിടുന്നുണ്ട്. ഈ പരിപ്പിൻ്റെ ഒപ്പം കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ട്രൈ ആക്കാത്തവരൊന്ന് ട്രൈ ആക്കി നോക്കാം. ഇനി കഷ്ണങ്ങൾ മത്തൻ മാത്രം ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, സവോള, മല്ലിയില എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തേങ്ങ വറക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളി, മല്ലിയില, കറിവേപ്പിലയും തേങ്ങയും കൂടെ ചേർത്ത് നന്നായി പാകമായി വരുമ്പോൾ അതിലേക്ക് സാമ്പാർ പൊടി, മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വറുത്തെടുക്കുന്നുണ്ട്. ഇനി കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മത്തൻ നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പും ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ പുളിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി മത്തൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു താളിപ്പും കൂടി കൊടുക്കാം കേട്ടോ. പലഹാരത്തിന് മത്തൻ സാമ്പാർ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ആക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. താളിക്കുന്ന സമയത്തും ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ.